ഇപ്പോ ഞാൻ പറയുന്നത് മാത്രമായോ കുറ്റം? വയ്യാത്ത ഒരാളോട് ഒന്ന് ഹോസ്പിറ്റലിൽ പോ പറയുന്നതാണോ കുറ്റം? അവന് പനിയാണ്. അതിനുള്ള മരുന്ന് പുറത്തു നിന്നും മഹി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചന്ദ്രലേഖയോട് ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാനും പറഞ്ഞു. ആ അങ്ങനെ പറ. ചന്ദ്രലേഖയോട് ചുക്കുകാപ്പി ഇട്ട് കൊടുക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പനി എപ്പോ മാറിയെന്ന് ചോദിച്ചാൽ മതി. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റാത്തത് ചന്ദ്രലേഖയുടെ ചുക്കുകാപ്പിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നിനക്കിതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നിനക്കതിനൊട്ട് സമയവുമില്ല. നിനക്ക് സമയമുണ്ടെങ്കിൽ അതൊട്ട് ചെയ്യേയില്ല. അപ്പൊ നിനക്ക് പറ്റാത്തതേ ചന്ദ്രലേഖ ചെയ്തെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെ എനിക്ക് പറ്റാത്തതൊക്കെ ചന്ദ്രലേഖ കൊണ്ട് ചെയ്യിക്കാനല്ല അവരെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ എപ്പോഴും ഇവിടെ മറന്നു പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചന്ദ്രലേഖ ഈ വീട്ടിലെ വെറും ഒരു ജോലിക്കാരിയാണ്. സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് അവിടെ പോയി ചികിത്സിക്കാതെ ജോലിക്കാരി ഉണ്ടാക്കുന്ന ചുക്കുകാപ്പി കുടിച്ചാൽ മാറുന്ന ആ അസുഖം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാം. പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നോട് വഴക്കൂടാൻ എനിക്ക് വയ്യ. നീ കൂടുതൽ സംസാരിക്കണ്ട ജയ. ആ എല്ലാവർക്കും കൂടെ എപ്പോഴും ഞാനാണല്ലോ പ്രശ്നം. ഓരോരുത്തരുടെ കാണിക്കുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ല. അസുഖം വന്നാലേ ആശുപത്രിയിലേക്ക് പോണം. അല്ലാതെ ജോലിക്കാരിയുടെ ചുക്കാപ്പി നോക്കി ഇരിക്കല്ല വേണ്ടത്. നീ അത് വീണ്ടും വീണ്ടും പറയണ്ട രമേ. നീ ഇനി അതിൽ കടിച്ചു തൂങ്ങണ്ട. ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കാനേ ജയൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കൊച്ചുകുട്ടിയായാലും വലിയ കുട്ടിയായാലും പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വിഷമമുള്ളവരൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങള് ഒഴിവാക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം അങ്ങോട്ട് ഒപ്പിച്ചു വെച്ചിട്ട് പിന്നെ പറയുന്നത് കേട്ടിട്ട് ദേഷ്യം തോന്നിട്ട് ഒരു കാര്യമില്ല. പോയി ശനീശ്വര പൂജയും നടത്തി നീരാഞ്ജനവും നടത്തണം. പോണം. ഞാനും അതേക്കുറിച്ച് ആലോചിച്ചു. അതിനെന്തിനാ അമ്പലത്തിൽ പോകുന്ന? പിന്നെ പോവാതെ താൻ ചെയ്യോ? ചെയ്യും. പിന്നെ അതെ, ഇത് വലിയ പഴക്കമുള്ള വീടൊന്നുമല്ല. തള്ളി തള്ളി ഇത് മറച്ചിടല്ലേ. ഈ നീരാഞ്ജനം എന്ന് പറഞ്ഞ എന്താണെന്ന് തനിക്കറിയൂ? എന്നാലേ എനിക്കറിയാം. 7 ശനി, കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി, അങ്ങനെയുള്ള ശനിദോഷങ്ങൾ മാറുന്നതിന് ചെയ്യുന്ന പൂജയാ അത്. നാളികേരമില്ലേ? ഓ, അങ്ങനെ പറഞ്ഞാ അറിയില്ലല്ലോ. ഈ തേങ്ങയില്ലേ, തേങ്ങ, അതിനെ 2ആയിട്ട് ഉടച്ച് അതിൽ എള്ള് കിഴി വെച്ച് നല്ലെണ്ണ നിറച്ച് ശാസ്താവിന് ആരതി ഒഴിഞ്ഞ് 2 നാഴിക നേരം ആ ദീപം കത്തിച്ച് വെക്കുന്നതാ ഈ നീരാഞ്ജന പൂജ. മനസ്സിലായോ? ആഹാ, മോൾക്ക് എല്ലാം അറിയാമല്ലോ. അപ്പൊ പിന്നെ അമ്പലത്തിൽ പോണ്ട അല്ലേ അമ്മേ? എന്തിന്? ചിന്നുമോളും ഞാനും ചന്ദ്രലേഖയും കൂടിയൊക്കെ ചെയ്തോളാം. സാർ ധൈര്യമായിട്ടിരിക്കെ. ഈ നീരാഞ്ജന പൂജയൊക്കെ ഞാൻ ചെയ്യാം. എനിക്ക് ഇയാളുടെ കാര്യത്തിലാ പേടി. എന്തോന്ന് പേടി? അല്ല, നീരാഞ്ജനം ചെയ്ത് കഴിയുമ്പോ മിക്കവാറും താൻ ഇവിടുന്ന് പുറത്തു പോകും. താനല്ലേ ഇവിടുത്തെ കണ്ടകശനി.
മിടിക്കുക അവള്. ഉം. വേലക്കാരിയാണെങ്കിലും നീ എൻ മോഹവല്ലി. ചന്ദ്രാമേ, സാർ എന്താ ആശുപത്രിയിൽ പോവാതിരിക്കുന്നേ? അറിയില്ല, അങ്ങനെ ചെറിയ അസുഖത്തിനൊന്നും പോകാറില്ല. അതാ സ്വഭാവം. പനി വന്നാ ചുക്കാപ്പി കുടിക്കും. ജലദോഷമാണെങ്കിൽ ആവി പിടിക്കും. തലവേദന വന്നാ തുണി നനച്ച് നെറ്റിയിൽ വെക്കണം. ഇതൊക്കെയാ ഇഷ്ടം. ആശുപത്രിയിലെ മരുന്ന് അധികം കഴിച്ചാ ശരീരത്തിന് നല്ലതല്ലെന്നാ പറയാറ്. പനിയുടെ ലക്ഷണം കണ്ടാ മതി, അപ്പം മുതലേ കഞ്ഞി മാത്രമേ കുടിക്കൂ. കഞ്ഞിയും പയറു തോരനും ഒക്കെയാ കൂടുതൽ ഇഷ്ടം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ് കട്ടൻ ചായ കൊടുത്താ ആൾക്കത് മതി. ചന്ദ്രാമ്മയ്ക്ക് സാറിന്റെ എല്ലാ ഇഷ്ടങ്ങളും അറിയാല്ലേ? ഞാൻ വെറുതെ ഒരു കാര്യം ചോദിച്ചപ്പോ ചന്ദ്രാമ്മ ഇപ്പൊ എത്ര കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ്. അത് ഞാൻ കുറെ നാളായിട്ട് ഇവിടെ നിൽക്കല്ലേ, അങ്ങനെ പഠിച്ചതാ. ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ചന്ദ്രാമ്മയ്ക്ക് സാറിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പോലും ഭാര്യ പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന രമാ മാഡത്തിന് അറിയില്ല. സാർ എന്തു പാവാ, ഒരു സാധാരണ മനുഷ്യൻ. അതുപോലെ ഒരു സാധാരണ പെണ്ണിനെ കെട്ടിയാ മതിയായിരുന്നു സാറ്. ചന്ദ്രാമ്മയെ പോലൊരാളാ സാറിന് ചേരുന്നത്. സാറിനെ പോലൊരു അച്ഛൻ, ചന്ദ്രാമ്മയെ പോലൊരു അമ്മ, പിന്നെ നമ്മുടെ ഡ്രൈവറില്ലേ മഹി, അയാളെ പോലൊരു മകൻ. ആഹാ, നല്ലൊരു കുടുംബം ആവാൻ അത് തന്നെ ധാരാളം.